160 വരേക്ക് പോകും. വെൽക്കം ബാക്ക് ടു സണ്ണി സൈഡ്. സമയം കൃത്യം വെളുപ്പിന് 6 മണി. ഇവിടെ 390 അഡ്വഞ്ചർ ആയിട്ടുള്ള ഫസ്റ്റ് ലോങ് ഞാൻ നാട്ടിലേക്ക് വന്നതാണ്. പിന്നെ തിരിച്ച് നമ്മൾ ബാംഗ്ലൂർക്ക് പോവാണ്. നമ്മുടെ 390 അഡ്വഞ്ചറിൻ്റെ ഒരു ഫസ്റ്റ് ലോങ് റൈഡ് റിവ്യൂ ആണ്. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിക്ക് വന്നതിൻ്റെ ഒരു വീഡിയോ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ വണ്ടിയായിട്ടൊന്ന് പരിചയപ്പെട്ട് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഞാൻ വണ്ടിയായിട്ട് എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല വണ്ടി എടുത്തിട്ട്. അതിൽ ഞാൻ വൈബ്രേഷൻസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഹോണ്ടയിൽ നിന്ന് മാറി KTM വന്നു കഴിയുമ്പോൾ വൈബ്രേഷൻസ് നമ്മൾ യൂസ് ടു ആവണം. ഭയങ്കര അനോയിങ് ആയിട്ടുള്ള വൈബ്രേഷൻസ് അല്ല, പക്ഷേ എങ്കിലും വൈബ്രേഷൻസ് ഉണ്ട്. ഒരു സിംഗിൾ സിലിണ്ടറിൽ ഇക്കണ്ട പവർ കുത്തി നിറച്ച് വയ്ക്കുമ്പോൾ വൈബ്രേഷൻസ് എന്തായാലും ഉണ്ടാവും. വൈബ്രേഷൻസ് എത്രത്തോളം ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ കാണുന്ന ഫോഗ് ലാംപ്സ് ഉണ്ടല്ലോ, മാഡ് ഡോഗിൻ്റെ ഈ റൈറ്റ് സൈഡിലെ ഫോഗ് ലാമ്പ് ഞാൻ കൊച്ചി എത്താറായപ്പോഴേക്കും ഭയങ്കര ഒരു കിണിങ്ങിണി ഒച്ച കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായത് എവിടെ നിന്നാണ് ഈ ഒച്ച വരുന്നത് എന്നുള്ളത്. പക്ഷേ ഞാൻ വീടെത്തി നോക്കി കഴിഞ്ഞപ്പോൾ റൈറ്റ് സൈഡിലെ ഫോഗ് ലാമ്പ് ഇളകിയിരിക്കുമായിരുന്നു. അതായത് ഹൈനസിൽ ഞാൻ ഓൾമോസ്റ്റ് 5 വർഷം കൊണ്ടുവരുന്ന ഫോഗ് ലാമ്പ് ഒരു തരി പോലും ലൂസാവാത്ത സാധനം KTM ആയപ്പോഴേക്കും ജസ്റ്റ് ഒരു 550 കിലോമീറ്റർ ഓടിച്ചപ്പോഴേക്കും റൈറ്റ് സൈഡ് ഫോഗ് ലാമ്പ് ലൂസായി വന്നു. അപ്പോൾ എനിക്ക് ചെറിയൊരു ഡൗട്ടുണ്ട്, തിരിച്ചു പോകുമ്പോൾ ഇതേപോലെ ലൂസായി വരുമോ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സൈസ് വരുന്ന എനിക്ക് എപ്പോഴും എൻ്റെ കയ്യിൽ വെക്കേണ്ടി വരും. ഞാൻ ഫസ്റ്റ് ജനറേഷൻ 390 ഒക്കെ വൈബ്രേഷനെ കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ തന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടി ഒരിക്കൽ റിവ്യൂ ചെയ്ത് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് ക്രാഷ് കാർഡ് അങ്ങ് ഊരിപ്പോയി. അപ്പോൾ വൈബ്രേഷൻസ് കാരണമുള്ള ഇങ്ങനത്തെ തക്കിടത്തരികിട പരിപാടികൾ KTM ഉള്ളത് തന്നെയാണ്. അത് നമ്മൾ ചെറിയ രീതിയിൽ പ്രതീക്ഷിക്കാനേ വേണം. അതുകൊണ്ടാണ് എപ്പോഴും പറയാറ്, ഒരു 3000 അല്ലെങ്കിൽ 3500 കിലോമീറ്റേഴ്സ് ഒക്കെ കൂടുമ്പോൾ ഒന്നില്ലെങ്കിൽ KTM കൊണ്ടുപോകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും ഗറാജ് ഉണ്ടെങ്കിൽ അവിടെ പോയി എല്ലാ നട്ടും ബോൾട്ടും ഒന്ന് ടൈറ്റ് ചെയ്യിപ്പിക്കുക. KTM യൂസ് ചെയ്യുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടോ ഞാൻ എന്താണ് ഉദ്ദേശം എന്നുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് E20 ഫ്യൂവലിൻ്റെ പ്രശ്നങ്ങൾ. ഇതൊരു പഴയ ജനറേഷൻ വണ്ടിയാണ്, E20 കംപ്ലൈൻ്റ് അല്ല. അങ്ങനത്തെ വണ്ടികൾ ഉപയോഗിക്കുന്ന എല്ലാവരും, അതിപ്പോൾ കാർ ആയിക്കോട്ടെ ബൈക്ക് ആയിക്കോട്ടെ, ഒരു ഫ്യൂവൽ അഡിറ്റീവ് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ റീസെൻ്റ്ലി യൂസ് ചെയ്തത് വൂർത്ത് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു ഫ്യൂവൽ അഡിറ്റീവ് ആണ്. അത് കൂടാതെ വേറെ റെഡ് ഫ്ലോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. വൂർത്തിൻ്റെ ഞാൻ ആകെ ബൈക്കിൽ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ആ റെഡ് ഫ്ലോ എന്ന ബ്രാൻഡ് ഞാൻ കാറിന് യൂസ് ചെയ്യാറുണ്ട്. എൻ്റെ 2006 മോഡൽ കൊറോളയിൽ അത്യാവശ്യം നല്ല വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് E20 കംപ്ലൈൻ്റ് അല്ലാത്ത വണ്ടികൾ യൂസ് ചെയ്യുന്ന എല്ലാവരും മേക്ക് ഷുവർ യു യൂസ് എ ഫ്യൂവൽ അഡിറ്റീവ്. ഇല്ലെങ്കിൽ ഇവൻച്വലി നിങ്ങളുടെ വണ്ടിക്ക് പണി കിട്ടും. പിന്നെ പറയാനുള്ളതാണ് ജിയോയുടെ പെട്രോൾ. എനിക്ക് എൻ്റെ ബൈക്കിനാണെങ്കിലും കാറിനാണെങ്കിലും പെർഫോമൻസിലും വ്യത്യാസമുണ്ട്, മൈലേജിലും വ്യത്യാസമുണ്ട്. എൻ്റെ കൊറോളയൊക്കെ കുറേ കൂടി സൈലൻ്റ് ആവും. ഈവൻ KTM ആണെങ്കിൽ കൂടി ഞാൻ ഇത്തവണ വന്നപ്പോൾ കംപ്ലീറ്റ് ഇപ്പോഴും ഓടുന്നത് ജിയോയുടെ ഫ്യൂവലാണ്. അതൊരു ഫുൾ സൈക്കിളിൽ ജിയോയുടെ പെട്രോൾ ഒഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും വണ്ടി കുറേ കൂടി സൈലൻ്റായി, കുറേ കൂടി സ്മൂത്തറുമായി. എന്താണ് അതിൻ്റെ മാജിക് എന്ന് എനിക്കറിയില്ല, പക്ഷേ ഡിഫറൻസ് എന്തായാലും ഉണ്ട്, അതിന് തർക്കമൊന്നുമില്ല. ജിയോയുടെ പെട്രോൾ പമ്പ്സിലൊക്കെ 2 രൂപ ഓഫ് കിട്ടുന്നുണ്ട്. രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ നിങ്ങൾ ഫ്യൂൽ ഫില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ MRPയിൽ നിന്ന് നിങ്ങൾക്ക് 2 rupees ഓഫാണ് കിട്ടുന്നത്. കേരളത്തിൽ ഇപ്പോൾ പെട്രോളിൻ്റെ റേറ്റ് 105 ആണോ? അങ്ങനെയാണെങ്കിൽ 103ക്ക് നിങ്ങൾക്ക് പെർ ലിറ്റർ കിട്ടും. ബാംഗ്ലൂരാണെങ്കിൽ എനിക്കൊരു 100 rupeesന് കിട്ടും. അതല്ല കുറച്ചുകൂടി ഒന്ന് മുന്നോട്ട് പോയി തമിഴ്നാട് പിടിക്കുകയാണെങ്കിൽ എനിക്ക് 99 rupeesന് കിട്ടും. സമയം 6 മണി ആയതേ ഉള്ളൂ. ട്രാഫിക് ചെറിയ രീതിക്ക് കയറി തുടങ്ങി. ഞാൻ നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ ആസ് ഓൾവേസ് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ കിടക്കാൻ ലേറ്റായി. അങ്ങനെ ഞാൻ എഴുന്നേറ്റപ്പോൾ തന്നെ 5 മണി കഴിഞ്ഞു. അങ്ങനെ ബാക്കൊക്കെ ചെയ്ത് വന്നപ്പോൾ ഈ ഒരു സമയമായി. ഈ മുന്നേ പോകുന്ന വണ്ടി കണ്ടോ, ഇങ്ങനെ ഒരു ബോധമില്ലാത്തമാർ കാരണമാണ് റോഡിലൊക്കെ ആക്സിഡൻറ്റ് ഉണ്ടാവണത്. ഇതിന് ഈ ഹൈവേ കൂടെയാണ് പോണത്. എന്തെങ്കിലും ഒരു വെട്ടിക്കൽ വന്നു കഴിഞ്ഞാൽ വണ്ടി എപ്പോൾ മറന്നെന്ന് ചോദിച്ചാൽ മതി. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുള്ളൂ. ഇതൊക്കെ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? താഴെ കമൻസ് ഒന്ന് അറിയിക്കുക. ഇത് നോക്കിയത് എന്തോ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്, മല കയറ്റി വെച്ചേക്കുന്നു. അപകടമൊന്നും വരുത്തി വെക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു ഈ വണ്ടിയൊക്കെ. നോക്കിയത് ഇങ്ങനത്തെ ഈ ഓവർലോഡായി പോകുന്ന വണ്ടികൾ കാരണം എന്തോരം ആക്സിഡൻറ്റ്സ് റോഡിലുണ്ടാകുന്നുണ്ടെന്നറിയോ. എന്നാൽ ഇതിനൊന്നൊരു അവസാനമില്ല. അങ്ങനെ സമയം 7 മണി കഴിഞ്ഞ് 4 മിനിറ്റ് നമ്മൾ തൃശ്ശൂർ പാലിയേക്കര ടോളിൽ തിരികെയാണ്. റോട്ടിൽ വണ്ടികളുണ്ടോ എന്ന് ചോദിച്ചാൽ വണ്ടികളുണ്ട്. അങ്കമാലി സൈഡിൽ ചെറിയൊരു ബ്ലോക്കൊക്കെ ഉണ്ടായി, ചെറിയ ഡീവിയേഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, നമ്മൾ ഓൾമോസ്റ്റ് 1 മണിക്കൂറിൽ തൃശ്ശൂരെത്തി. ഇനി പാലക്കാടും വാളയാറും കഴിഞ്ഞ് നമ്മൾ കോയമ്പത്തൂർ LNT റോഡും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സമാധാനമായി. അങ്ങനെ നമ്മൾ പാലക്കാടും വാളയാറും കഴിഞ്ഞ് കോയമ്പത്തൂർ LNT റോഡ് കയറിയിരിക്കുകയാണ്. അത് ബൈക്കുകാർ ഈ ലെഫ്റ്റ് ചേർന്ന് പോയി കഴിഞ്ഞാൽ സമാധാനത്തിൽ പോകാം. അല്ലെങ്കിൽ അപ്പുറത്തെ ലൈനിൽ നിന്ന് കയറി വരുന്ന ഓരോരുത്തർ നമ്മുടെ നെഞ്ചത്തോട്ട് കയറി വരും. മൊത്തം ഒരു 27 കിലോമീറ്ററാണ് ഈ LNT റോഡുള്ളത്. അത് ഞാൻ എപ്പോൾ വരുമ്പോഴും ഒരു ട്രിപ്പ് ഇട്ട് ഞാൻ നോക്കാറ്, എപ്പോൾ തീരും എന്നുള്ളത്. ബൈക്കിന് വരുമ്പോൾ അത്ര ബുദ്ധിമുട്ടില്ല, കാറിന് വരുമ്പോഴാണ് ശരിക്കും വട്ടായി പോണത്. അതൊരു ഏർലി മോർണിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ സമയം 8:30 ആയി. ഒരു 9-9:30 കഴിയുമ്പോഴേക്ക് റോഡിൽ ഭയങ്കര ട്രാഫിക് ആയിരിക്കും.
വീട്ടിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുവരെ ഒരു ബ്രേക്ക് എടുത്തിട്ടില്ല കേട്ടോ. നമ്മൾ 178 കിലോമീറ്റേഴ്സ് മൊത്തത്തിൽ ഓടിയപ്പോൾ ഞാൻ ഓർത്തു കോയമ്പത്തൂർ LNT റോഡ് കഴിഞ്ഞിട്ട് നിർത്താം എന്നുള്ളത്. അങ്ങനെ നമ്മൾ LNT റോഡ് കടന്നു കഴിഞ്ഞു. കുറേ സമയം എടുത്ത പോലെ തോന്നി. എന്തൊരു ട്രാഫിക്കാരെന്നറിയോ, കുറേ കണ്ടെയ്നറുകളും ടിപ്പറുകളും ഒരു രക്ഷയില്ല. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങിയിട്ട് 204 കിലോമീറ്റർ കഴിഞ്ഞു. ഓൾമോസ്റ്റ് 3 മണിക്കൂറായി. എവിടെയെങ്കിലും നിർത്തി ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുക്കാം. അങ്ങനെ അവിനാശിയിൽ ഒരു ജിയോയുടെ പമ്പ് കണ്ടു. ഇവിടുന്ന് ഫുൾ ടാങ്ക് അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് മൈലേജ് ഒന്ന് നോക്കിയേക്കാം. ഇതുവരെ ഓടിയേക്കുന്നത് 210.8 കിലോമീറ്റേഴ്സ്. ഇപ്പോൾ നമ്മൾ ഫില്ല് ചെയ്തത് 8.40, 25. നോട്ട് ബാഡ്. വണ്ടിക്കകത്ത് ആവറേജ് കാണിക്കുന്നത് 28.6 ആണ്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടിയത് 25 ആണ്. 10 മിനിറ്റ് ഒന്ന് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ലോറി ചേട്ടന്മാരുടെ ഒരു ബഹളം. സമയം 9:15. അവിടെ ലോറി ചേട്ടന്മാരുടെ അയ്യര് കളി. അവിടെ സമാനത്തിൽ നിൽക്കാനും കൂടി വയ്യ. അപ്പോൾ ഞാൻ പതുക്കെ അവിടെ നിന്ന് നീങ്ങി. നമുക്ക് വേറെ എവിടെയെങ്കിലും നിർത്താം. അങ്ങനെ സമയം രാവിലെ 11 മണി. നമ്മൾ യാത്ര തുടങ്ങിയിട്ട് 324 കിലോമീറ്റേഴ്സ് കഴിഞ്ഞു. 160 വരേക്ക് പോകും. ആ ഓൾറെഡി ഇപ്പോൾ இந்த മോഡൽ വരാത്. പുതു മോഡൽ ഇപ്പോൾ ഓൾമോസ്റ്റ് 5 lakhs വരുത്. അപ്പോൾ നമുക്ക് മൈലേജ് ഇപ്പോൾ കാണിക്കുന്നത് 28 ആണ്. ഇപ്പോൾ സമയം അറൗണ്ട് 25-26 ആണ് ഇപ്പോൾ റിയൽ ടൈം മൈലേജ് കിട്ടുന്നത്. പക്ഷേ എനിക്ക് ബാംഗ്ലൂർ ടു കൊച്ചി പോകുന്ന സമയത്ത് 31-32 ആണ് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഹൈനസ് വെച്ച് നോക്കുമ്പോൾ ഇതിന് മൈലേജ് കുറച്ച് കുറവാണ്, ഓബ്വിയസ് ആണ്. പക്ഷേ ദാറ്റ്സ് പെർഫെക്റ്റ്ലി ഓക്കെ. കാരണം ഹൈനസിൽ ഈ 90-100 പിടിച്ച് വരുന്നത് ഞാനൊരു 110-120 പിടിച്ചാണ് ഇതിൽ വന്നുകൊണ്ടിരിക്കുന്നത്. പലരും ഈ ജനറേഷൻ 390 ഒക്കെ സീറ്റ്സ് അപ്ഗ്രേഡ് ചെയ്യാൻ നടക്കുന്നുണ്ട്. സത്യം പറയുകയാണെങ്കിൽ എനിക്കങ്ങനെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ടും തോന്നിയില്ല കേട്ടോ. ഇന്നത്തെ യാത്ര തുടങ്ങിയിട്ട് ഞാൻ ഓൾമോസ്റ്റ് ഒരു 250 കിലോമീറ്റേഴ്സ് കഴിഞ്ഞാണ് ഫസ്റ്റ് ബ്രേക്ക് എടുക്കുന്നത്. എനിക്കങ്ങനെ ഒരു നംനെസ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. ഇതിൻ്റെ സീറ്റ് കുറച്ചുകൂടി വൈഡാണ്, കുഷൻ കുറച്ച് കുറവാണ്. പക്ഷേ എനിക്കങ്ങനെ ബുദ്ധിമുട്ടായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ഇവിടുന്ന് നമുക്ക് ഓൾമോസ്റ്റ് 200 കിലോമീറ്റേഴ്സാണ് വീട്ടിലോട്ടുള്ളത്. അങ്ങനെ നമ്മൾ ധർമ്മപുരി എത്തി. ഇവിടെ നിന്നൊരു 2 മണിക്കൂറാണ് കാണിക്കുന്നത്. സമയം ഉച്ചയ്ക്ക് 1:30. നമ്മൾ കൃഷ്ണഗിരി എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ഹാർഡ്ലി 70 കിലോമീറ്റേഴ്സ് മാത്രമാണ് എൻ്റെ വീട്ടിലേക്കുള്ളത്. ഇപ്പോഴും ആവറേജ് മൈലേജ് നമുക്ക് കാണിക്കുന്നത് 28 തന്നെയാണ്. അപ്പോൾ ഒരു 25-26 ഒക്കെ പ്രതീക്ഷിക്കാം. ഞാനൊരു ആവറേജ് ഒരു 120 പിടിച്ചാണ് വന്നുകൊണ്ടിരുന്നത്. പിന്നെ അത്യാവശ്യം നല്ല ചൂടുണ്ട്. കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂർക്ക് പോകുമ്പോൾ ഞാൻ എപ്പോഴും നിർത്തുന്ന പ്ലേസാണ് ഹോട്ടൽ സൂര്യ കോംപ്ലക്സ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വാഷ്റൂം അത്യാവശ്യം നല്ല വെൽ മെയിൻറ്റൈൻഡ് ആണ്. നിങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിർത്താം. ഇവിടുത്തെ വാഷ്റൂം യൂസ് ചെയ്യാം. അത്യാവശ്യം നല്ല വെൽ മെയിൻറ്റൈൻഡ് ആണ്. ക്ലീൻലിനെസ് ഓർത്ത് ആർക്കും ടെൻഷൻ വേണ്ട. ഒരു 5-10 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് പതുക്കെ വിടാം. അങ്ങനെ ലാസ്റ്റ് പിറ്റ് സ്റ്റോപ്പും കഴിഞ്ഞു. ഇവിടുന്ന് ഓൾമോസ്റ്റ് 65 കിലോമീറ്റേഴ്സാണ് എൻ്റെ വീട്ടിലോട്ടുള്ളത്. 1 മണിക്കൂർ 20 മിനിറ്റാണ് ഗൂഗിൾ അമ്മായി പറയുന്നത്. ട്രാഫിക് കണ്ടീഷൻസ് അനുസരിച്ചിട്ടാണ് 1 hour 20 minutes പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടാനും കുറയാനും സാധ്യതയുണ്ട്. ഈ ജനറേഷൻ 390 അഡ്വഞ്ചറിൻ്റെ റെയർ ഷോക്ക് അത്യാവശ്യം നല്ല സ്റ്റിഫാണ് കേട്ടോ. ഒരു പില്ലിൻ കൂടെ ഉണ്ടെങ്കിൽ കുറേ കൂടി കംഫർട്ടബിൾ ആയിരിക്കും. അല്ലാത്ത പക്ഷം ഇത് അത്യാവശ്യം നല്ല ഹാർഡാണ്. 2024 ഇറങ്ങിയ സ്പോക്ക് വീൽ എഡിഷൻ്റെ, അതായത് റാലി എഡിഷൻ്റെ ഷോക്സ് ഉണ്ട്. അത് അഡ്ജസ്റ്റബിൾ ആണ് വരുന്നത്. അതിലേക്ക് സ്വിച്ച് ചെയ്യേണ്ടി വരും. അങ്ങനെ ഓൾമോസ്റ്റ് 7,000 rupees വരുന്നത്. ഞാൻ ഈ അടുത്ത് തന്നെ ചെയ്യുന്നതായിരിക്കും. റൈഡ് കുറേ കൂടി കംഫർട്ടബിൾ ആയിരിക്കും. സീറ്റിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. സ്റ്റോക്ക് സീറ്റ് തന്നെ ധാരാളമാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു എയർ സീറ്റ്സ് വല്ലതും വാങ്ങി വെച്ചാൽ മതി. സ്റ്റോക്ക് സീറ്റ് വെറുതെ കുഷനൊന്നും കയറ്റി വൃത്തികേടാക്കണ്ട. ഞാനിപ്പോൾ ഒരു 2 ദിവസം കൊണ്ടാണ് ഒരു 1200 കിലോമീറ്റേഴ്സ് ഇപ്പോൾ കവർ ചെയ്തത്. എനിക്ക് അങ്ങനത്തെ ഒരു വേദനയോ ബുദ്ധിമുട്ടൊന്നും സത്യം പറഞ്ഞാൽ ഇല്ല കേട്ടോ. എന്താണ് ഈ പോണത്, പറക്കുന്നിടകെ? ഓ, ശരിക്കും പറക്കുന്നിടക പോലെ തന്നെയുണ്ട്. എന്താ പോകാം.
ഞാൻ ആദ്യം കരുതുന്നത് പൊടി എന്തോ ആണെന്ന്. അടുത്തേക്ക് വന്നപ്പോഴാണ് വെച്ചാൽ ഇതിൻ്റെ പുകയാണ് മൊത്തം വന്നുകൊണ്ടിരിക്കുകയെന്നുള്ളത്. കൊള്ളാം. TNEB തമിഴ്നാട് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നാണോ? ദൈവമേ. സമയം 3 മണി. നമ്മളങ്ങനെ ബാംഗ്ലൂർ എത്തിയിരിക്കുകയാണ്. എനിക്കൊരു ആവറേജ് മൈലേജ് കിട്ടിയിരിക്കുന്നത് ഒരു 28 ഒക്കെയാണ്. സോറി 26-28, വിച്ച് ഇസ് നോട്ട് ബാഡ്. എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്രാവശ്യം ഈ വരുന്ന വരയിൽ ഒരു ഓൾമോസ്റ്റ് 1800 റുപ്പീസിന് പെട്രോൾ അടിച്ചിട്ടുണ്ട്. നോട്ട് ബാഡ് അറ്റ് ഓൾ. അത്തിപ്പല്ലേ കഴിഞ്ഞിട്ട് ചന്താപുര സ്ട്രെച്ച് ഉണ്ട്. എൻ്റെ ദൈവമേ, ദുരിതമാണ് ദുരിതം. ഞാനൊരു 4 കിലോമീറ്റർ കവർ ചെയ്യാൻ വേണ്ടി ഓൾമോസ്റ്റ് ഹാഫ് ആൻ അവർ എടുത്തു. അത്രയും മോശമാണ്. അപ്പോൾ നമ്മുടെ പുതിയ 390 അഡ്വഞ്ചർ ആയിട്ടുള്ള ഫസ്റ്റ് ലോങ് റൈഡ് ആയിരുന്നു. നിങ്ങൾക്ക് ഈ ജനറേഷൻ 390 അഡ്വഞ്ചറിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ്സ് ചോദിക്കാവുന്നതാണ്. ഹായ് പൂച്ച, ചൂടെടുക്കില്ല, ഹോൾസ് ഒക്കെ ഉണ്ട്. നൈസ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻസിൽ അറിയിക്കാം. ഈ ഒരു വീഡിയോ കാണുന്നവരെ ദിസ് ഇസ് മീ സണി. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. റൈഡ് സേഫ്. ബൈ.